ولا تموتن إلا وأنتم مسلمون. ഏറെ ബഹുമാനമുള്ള സഹോദരി സഹോദരന്മാരെ, അള്ളാഹുവിനെ പേടിച്ച് വഴിപ്പെട്ട് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഖുലഫാ റാഷിദുകൾ എന്നൊരു വിഷയം നമ്മൾ തുടങ്ങി വെച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബാക്കളിലെ ഏറ്റവും ശ്രേഷ്ഠരായ 4 സ്വഹാബാക്കളാണ് അവർ. 30 വർഷത്തെ ഭരണത്തിനിടയിൽ അന്നവർക്ക് പരിചിതമായ ലോകത്തിന്റെ 2/3 ഭാഗം ഇസ്ലാമിന്റെ കുടക്കീഴിലേക്ക് അവർ കൊണ്ടുവന്നു. സ്വഹാബാക്കൾ കടൽ തീരത്തെത്തി ആർത്തലച്ചുയരുന്ന കടലിനോട് പറയുന്നത് കാണുവാൻ സാധിക്കും, ഈ തിരമാലകൾക്കപ്പുറത്ത് മഹാസമുദ്രങ്ങൾക്ക് മറ്റൊരു നാടുണ്ട് എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നുവെങ്കിൽ കടലിനെ ഭേദിച്ച് അവിടേക്കും ഞങ്ങൾ എത്തുമായിരുന്നു. 30 കൊല്ലം കൊണ്ട് അവർക്ക് പരിചിതമായ നാട്ടിലെ 2/3 ഭാഗം ഇസ്ലാം എത്തിക്കുവാൻ ഖുലഫാ റാഷിദുകൾക്ക് സാധിച്ചു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ട്, 30 വർഷമായിരിക്കും ഖലീഫമാരുടെ ഭരണം. അൽ ഖിലാഫത്തു ബഅദി 30 ആമ. 30 വർഷം ഖലീഫമാർ ഭരണം നടത്തും. 30 വർഷത്തെ ഭരണത്തിന് ശേഷം പിന്നീട് രാജഭരണമാണ്. രാജാക്കന്മാർ വരികയാണെങ്കിലും അവരെ ബൈഅത്ത് ചെയ്യലും അവരെ അനുസരിക്കലും ബാധ്യതയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം 30 വർഷം ഖലീഫമാർ ഭരണം നടത്തി. അലി റളിയല്ലാഹു തആല അൻഹുവിന്റെ വഫാത്തിന് ശേഷം 6 മാസക്കാലം മകൻ ഹസൻ ഇബ്നു അലി 6 മാസത്തെ ഭരണം. അദ്ദേഹം മുആവിയ റളിയല്ലാഹു തആല അൻഹുവിനെ ഭരണം ഏൽപ്പിക്കുന്നതോടുകൂടെ ആ ഭരണം ഏൽപ്പിക്കുന്നതിനെയാണ് ആമുൽ ജമാഅ എന്ന് ആ വർഷത്തെ അറിയിക്കുന്നു. അതുവരെ പ്രശ്നങ്ങളായിരുന്ന, സംഘർഷങ്ങളായിരുന്ന മുസ്ലിം സാഹചര്യം പിന്നീട് ഐക്യത്തിലേക്ക് മാറുകയാണ്. അതുപോലെ തന്നെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വേറെയും ഒരുപാട് ഹദീസുകളിലൂടെ ഖലീഫമാരെ നമുക്ക് അറിയിച്ചു തന്നു. ഫഇന്നഹു മൻ യഇശ് മിൻകും യറാ ഇഖ്തിലാഫൻ കസീറ. എൻ്റെ കാലശേഷം ഭിന്നിപ്പുകൾ നിങ്ങൾ കാണും, അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങൾ കാണും. ഫഅലൈഹി ബിസുന്നതി. ആ അഭിപ്രായ വ്യത്യാസത്തിന്റെ സാഹചര്യത്തിൽ എൻ്റെ സുന്നത്ത് നിങ്ങൾ മുറുകെ പിടിക്കുക. വസുന്നത്തിൽ ഖുലഫാഇർ റാഷിദീൻ. എൻ്റെ കാലശേഷമുള്ള ഖലീഫമാരുടെ നിലപാടുകൾ നിങ്ങൾ സ്വീകരിക്കുക. അതിലേറ്റവും ശ്രേഷ്ഠനായ സ്വഹാബി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. മാ ത്വലഅത്തി ശംസു വലാ ഗലബത് അലാ അഹദിൻ ബഅദ അൻ-നബിയ്യീന വൽ മുർസലീൻ ഖൈരി മിൻ അബീ ബക്കർ. ഈ ഉമ്മത്തിൽ അമ്പിയാക്കൾ കഴിഞ്ഞാൽ എല്ലാ ഉമ്മത്തും ആദം നബി അലൈഹിസ്സലാമിന്റെ, നൂഹ് നബി അലൈഹിസ്സലാമിന്റെ, മൂസാ നബി അലൈഹിസ്സലാമിന്റെ എല്ലാ ഉമ്മത്തിലെയും അമ്പിയാക്കളെ മാറ്റി നിർത്തിയാൽ ഏറ്റവും ശ്രേഷ്ഠനായ വ്യക്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അബൂബക്കർ സിദ്ദീഖിന്റെ മുകളിൽ സൂര്യൻ ഉദിച്ചതുപോലെ മറ്റൊരു ശ്രേഷ്ഠനായ മനുഷ്യന്റെ മുകളിലും സൂര്യൻ ഉദിച്ചിട്ടില്ല. പ്രവാചകന്മാർക്ക് ശേഷം ഒന്നാമനായ വ്യക്തിയാണ് അദ്ദേഹം. എന്തിനു വേണ്ടിയിട്ടാണ് അവരുടെ മഹത്വം നമ്മൾ പറയുന്നത്? അവരുടെ മഹത്വം പറയുന്നത് കൊണ്ട് ഇനി സ്വഹാബാക്കൾക്ക്, ഖലീഫമാർക്ക് ഒരു ഭംഗി കൂടാനില്ല. സുബ്ഹാനല്ലാഹ്, അവരെത്രയോ ഉന്നതികളിലാണ്. അവരുടെ മഹത്വം പറയുന്നത് നമ്മുടെ ഭംഗി കൂടുവാനാണ്, നമ്മുടെ മഹത്വം കൂടുന്നതിന് വേണ്ടിയിട്ടാണ്. ആദ്യം അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ കുടുംബത്തെയാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ പരിചയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ പേര് അബൂബക്കർ സിദ്ദീഖ് അബ്ദുല്ലാഹ് ഇബ്നു അബീ ഖുഹാഫ അത്തൈമി അൽ ഖുറശി. ഖുറൈശിയാണ് അദ്ദേഹം. അബൂ ഖുഹാഫ എന്നതാണ് അദ്ദേഹത്തിന്റെ ഉപ്പയുടെ പേര്. അറബികൾക്ക് വിളിപ്പേരുണ്ടായിരിക്കും, സ്ഥാനപ്പേരുണ്ടായിരിക്കും. അബൂ ഖുഹാഫ എന്നുള്ളത് വിളിപ്പേരാണ്. യഥാർത്ഥത്തിൽ അബൂബക്കർ റളിയല്ലാഹു തആലയുടെ ഉപ്പയുടെ പേര് ഉസ്മാൻ എന്നതാണ്.
അദ്ദേഹം അവസാന കാലഘട്ടത്തിൽ ഇസ്ലാം സ്വീകരിച്ചു. മക്ക വിജയം കഴിഞ്ഞ് അങ്ങേയറ്റം വാർദ്ധക്യത്തിലെത്തി, മുടിയും താടിയുമെല്ലാം വെളുത്ത നിറമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് അബൂ ഖുഹാഫയെ കൊണ്ടുവരുന്നത് ചരിത്രത്തിലുണ്ട്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറഞ്ഞു, താടി വെള്ള നിറത്തിലായിട്ടുണ്ട്, മഞ്ഞ നിറം കൊണ്ട് അല്ലെങ്കിൽ മറ്റു വർണ്ണങ്ങൾ കൊണ്ട്, കറുപ്പല്ലാത്ത വർണ്ണങ്ങൾ കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ താടിക്ക് മുടിക്ക് നിറം നൽകുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞത് കാണുവാൻ സാധിക്കും. അപ്പം അബൂബക്കർ റളിയല്ലാഹു തന്റെ ഉപ്പയുടെ പേര്, വിളിപ്പേര് അബൂ ഖുഹാഫ, യഥാർത്ഥ പേര് ഉസ്മാൻ, വല്ലിപ്പയുടെ പേര് ആമിർ, ഏഴാമത്തെ വല്ലിപ്പ മുർറ ബിനു കഅബ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിലേക്ക് ചെന്നു ചേർന്നു. ഖുറൈശിയാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞു ഖുറൈശിയാണ്. 13ാമത്തെ വല്ലിപ്പ നദറിന്റെ മക്കൾക്ക് അല്ലെങ്കിൽ 11ാമത്തെ വല്ലിപ്പയായ ഫിഹറിന്റെ മക്കൾക്കാണ് ഖുറൈശികൾ എന്ന് പറയുന്നത്. അപ്പൊ ഖുറൈശി പരമ്പരയിൽപ്പെട്ട പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരമ്പരയിലേക്ക് കണ്ണിയെത്തുന്ന സ്വഹാബിയാണ് അബൂബക്കർ സിദ്ദീഖ്. ഉമ്മയുടെ പേര് ഉമ്മുൽ ഖൈർ, അതും വിളിപ്പേരാണ്. യഥാർത്ഥ പേര് സൽമ ബിൻത് സ്വഹർ. സ്വഹാബാക്കളിൽ വളരെ ചുരുക്കം ആളുകൾക്കാണ് ഉപ്പയും ഉമ്മയും ഒന്നിച്ച് മുസ്ലിം ആകുവാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളത്. മഹദി ആയിഷ റളിയല്ലാഹു തആല പറഞ്ഞു, മുഹാജിറുകളായ സ്വഹാബാക്കളിൽ വിരലിലെണ്ണാവുന്ന ആളുകൾക്ക് മാത്രമാണ് ഉപ്പയെയും ഉമ്മയെയും മുസ്ലിമായി കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒന്നെങ്കിൽ ഉപ്പ മുസ്ലിമായിരിക്കും, ഉമ്മ കാഫിറായിരിക്കും. ഉമ്മ മുസ്ലിമാണ് എങ്കിൽ ഉപ്പ മുശ്രിക്കായിരിക്കും. എന്നാൽ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ ഉപ്പ മുസ്ലിമായിരുന്നു, ഉമ്മ മുസ്ലിമായിരുന്നു, മക്കൾ മുസ്ലിമീങ്ങളായിരുന്നു, പേരക്കുട്ടികൾ മുസ്ലിമീങ്ങളായിരുന്നു. ഇവരെല്ലാവരും സ്വഹാബാക്കളായിരുന്നു. അതാണ് പ്രത്യേകത. ഉപ്പയും ഉമ്മയും മക്കളും പേരക്കുട്ടികളുമെല്ലാം സ്വഹാബിയാകാനുള്ള അത്രയേറെ അനുഗ്രഹീതമായ കുടുംബമാണ് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ കുടുംബം. അദ്ദേഹം 4 വിവാഹം കഴിച്ചിട്ടുണ്ട്. ചരിത്രത്തിൽ സ്ഥിരപ്പെട്ട വിഷയമാണ്. അതിൽ 1 ജാഹിലിയത്തിലാണ്, 3 വിവാഹം ഇസ്ലാമിലാണ്. 1ാമത്തെ ഭാര്യയുടെ പേര് ഖുത്തൈല. ഇതൊരു കേട്ടുപോയത് കൊണ്ട് കാര്യമില്ല. നമ്മുടെ ഖുത്ബ വീണ്ടും കേട്ട് അതിനുള്ള സംവിധാനങ്ങളുണ്ട്, നമ്മൾ എഴുതി വെച്ചു പഠിക്കണം. 1ാമത്തെ ഭാര്യ ഖുത്തൈലയാണ്. അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല എന്നതാണ് പ്രബലമായ അഭിപ്രായം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നബുവത്തിന് മുമ്പ് 1ാമത്തെ ഭാര്യയായ ഖുത്തൈല മരണപ്പെട്ടു. എന്നാൽ അവരുടെ മക്കൾ ഇസ്ലാമിക ചരിത്രങ്ങളിലെ പ്രസ്ഥാനങ്ങളാണ്. 1ാമത്തെ മകൾ അസ്മാ റളിയല്ലാഹു തആല, ആയിഷ റളിയല്ലാഹു തആലയെ പോലെ തന്നെ ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായക പങ്ക് വഹിച്ച സ്വഹാബ വനിതയാണ് അബൂബക്കർ റളിയല്ലാഹു തആലയുടെ മകൾ അസ്മാ. അവരുടെ മകൻ അബ്ദുല്ലാഹ് ബിൻ സുബൈർ, ഹജ്ജാജ് ബിൻ യൂസുഫിന്റെ അദ്ദേഹം ഗവർണറായിരിക്കുന്ന കാലഘട്ടത്തിൽ ശക്തമായ വിപ്ലവങ്ങൾ ഇസ്ലാമിനെതിരെ അടിച്ചുവിട്ടിട്ടുണ്ട്. എത്രത്തോളം എന്ന് വെച്ചു കഴിഞ്ഞാൽ കഅബക്ക് കേടുപാടുണ്ടാകുന്ന രൂപത്തിൽ പോക്കിരിയായ ഹജ്ജാജിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായപ്പോ ഹജ്ജാജ് ബിൻ യൂസുഫിനെ നേരിടാൻ ഇറങ്ങി പുറപ്പെടുന്നത് അബ്ദുല്ലാഹ് ബിൻ സുബൈറാണ്. അന്ന് അസ്മ റളിയല്ലാഹു തആല ജീവിച്ചിരിക്കുന്നു. 100 വയസ്സിലധികം പ്രായമുണ്ട് അസ്മ റളിയല്ലാഹു തആലക്ക്. 2 കണ്ണിന്റെ കാഴ്ചകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. അസ്മ റളിയല്ലാഹു തആല ഹജ്ജാജ് ബിൻ യൂസുഫിനെ എതിരെ പോരാടാൻ വേണ്ടി ഇറങ്ങുന്ന മകന്റെ ശരീരത്തിലൊന്ന് തപ്പി നോക്കി, കണ്ണ് കാണൂല. കൈകൾ കൊണ്ടൊന്ന് തപ്പി നോക്കിയപ്പോ നെഞ്ചിലുണ്ട് പടയങ്കി. എടാ ഭീരു, നിനക്കെന്തിനാണ് പടയങ്കി? സ്വർഗം കൊതിച്ചുകൊണ്ട് പുറപ്പെടുന്ന യോദ്ധാവിന് എന്തിനു വേണ്ടിയിട്ടാണ് മോനെ പടയങ്കി? ആ പടയങ്കി അടിച്ചു മാറ്റി ഹജ്ജാജിന്റെ നേരെ പോരാട്ടത്തിന് ചെല്ലുക. ഉമ്മയുടെ ഈമാനിക രോഷമാണ്. മക്കള് മദ്രസയിൽ പഠിച്ചാൽ അവന്റെ സ്കൂൾ പഠനത്തിന് തടസ്സമുണ്ടാകുമെന്ന് കരുതി മദ്രസ പഠനം നിർത്തുന്നവരാണ് ഇന്നത്തെ രക്ഷിതാക്കൾ.
മക്കൾ ഖുർആൻ പഠിക്കാൻ ഇറങ്ങിയാൽ അവന്റെ ഭൗതിക പഠനത്തിന് തടസ്സം വരുമെന്ന് കരുതി ഖുർആൻ പഠനം നിർത്തുന്നവരാണ്. യുദ്ധത്തിലേക്ക് ഇറങ്ങുന്ന മകന്റെ നെഞ്ചിൽ നിന്ന് പടയെങ്കി അടിച്ചു മാറ്റി ഷഹീദാകാൻ കൊതിച്ചുകൊണ്ടാണ് പുറപ്പെടുന്നതെങ്കിൽ നെഞ്ചു വിരിച്ചു പോവുക എന്ന് പറയുന്ന ഉമ്മ. ഹജ്ജാജ് ഇബ്നു യൂസുഫ് അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിന്റെ കഴുത്തറുത്തു. ശരീരം ഒരു മരത്തിലേക്ക് നാട്ടി നിർത്തി ശരീരം വികൃതമായി കൊത്തി നുറുക്കിയിട്ട് പറയുകയാണ്, അസ്മാ, എത്രയും പെട്ടെന്ന് എന്റെ അരികിലേക്ക് വരിക, അല്ല എങ്കിൽ നിന്റെ മുടി പിടിച്ചുകൊണ്ട് ഞാൻ കൊണ്ടുവരും. അതിനു മാത്രം വളർന്ന പോക്കിരിയാണെങ്കിൽ ഹജ്ജാജ്, നീ എന്റെ അരികിലേക്ക് വരിക. ഹജ്ജാജ് ഇബ്നു യൂസുഫ് ചെന്നു. അസ്മ റളിയല്ലാഹു തആലയോട് പറയുകയാണ്, അസ്മാ, നിന്റെ മകന്റെ മയ്യത്ത് കണ്ടോ? കണ്ണു കാണാൻ കഴിയില്ല. ഞാനൊരു മരത്തിൽ കൊത്തി നുറുക്കി വികൃതമായി ചേർത്തു വെച്ചിട്ടുണ്ട്, കാണുക നീ. അസ്മ റളിയല്ലാഹു തആലയുടെ മറുപടി, ഹജ്ജാജേ, നിനക്കറിയില്ല, ചത്തുകിടക്കുന്ന ആടിന്റെ തോലെടുത്തു മാറ്റിയാൽ ആടിനെന്ത് വേദനയാണ്. ലോകം മാറി എന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈർ അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്കുള്ള യാത്രയിലാണ്. 10-15 ദിവസം ഇനി ആ മയ്യത്ത് നീ കൊത്തി നുറുക്കിയാലും എന്റെ മകനൊരു വിഷയമില്ല. അസ്മ റളിയല്ലാഹു തആല ചോദിക്കുന്നുണ്ട്, ഹജ്ജാജ്, നീ എന്റെ മകനെ എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിച്ചത് ഞാൻ കേട്ടു. പലതവണ എന്ന് വിളിച്ചു നീ പരിഹസിച്ചില്ലേ? നിനക്കറിയുമോ അതെന്താണെന്ന്? എന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് യാത്ര തിരിച്ച ഹിജ്റയുടെ വേളയിൽ മരുഭൂമിയിലൂടെ ഉദരത്തിൽ ഒരു കുഞ്ഞിനെയും വഹിച്ചുകൊണ്ട് ഞാൻ നടന്നിട്ടുണ്ട്. എന്റെ പ്രവാചകനുള്ള ഭക്ഷണപ്പൊതിയുമായി. ഭക്ഷണപ്പൊതി കെട്ടഴിഞ്ഞപ്പോ എന്റെ അരപ്പട്ട രണ്ടായി ഭാഗിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണം ഞാൻ കെട്ടി എന്റെ ഹബീബിനുള്ള ഭക്ഷണവുമായി നടന്നു നീങ്ങിയപ്പോ അല്ലാഹുവിന്റെ റസൂൽ എനിക്ക് നൽകിയ പേരാണ് ദാത്തുൻ നിതാഖൈൻ. ഹജ്ജാജ് പറച്ചുപോയി. അസ്മ റളിയല്ലാഹു തആലയുടെ മഹത്വം കേട്ട് പോക്കിരിയായ ധിക്കാരിയായ ഹജ്ജാജ് ഇബ്നു യൂസുഫ് പറച്ചുപോയി. അതാണ് ഒരു മകൾ. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല എന്ന പാഠശാലയിൽ നിന്ന് വളർന്ന ഒന്നാമത്തെ മകൾ അസ്മ. അവരുടെ മഹത്വം തന്നെ മതി അബൂബക്കർ റളിയല്ലാഹു തആല മഹത്വത്തിന്. രണ്ടാമത് ഒരു മകൻ ഖുതൈല എന്ന ഭാര്യയിലുള്ള രണ്ടാമത്തെ ആൺകുട്ടി അബ്ദുല്ലാഹ് ഇബ്നു അബീ ബക്കർ ഷഹീദാണ്. യുദ്ധത്തിൽ പരിക്കുപറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി 40 ദിവസം കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം ഷഹീദായി. രണ്ടാമത്തെ ഭാര്യ ഉമ്മു റൂമാൻ, അവർ സ്വഹാബ വനിതയാണ്. ഉമ്മു റൂമാനിലൂടെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തആല അൻഹ ജന്മമെടുക്കുന്നത്. ആയിഷ റളിയല്ലാഹു തആല അൻഹയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ രണ്ടാമത്തെ മകൾ. ഈ ഉമ്മത്തിലെ വിജ്ഞാനത്തിന്റെ 1/4 ഭാഗം നമുക്ക് പഠിപ്പിച്ചു നൽകിയ നമ്മുടെ ഉമ്മ. കർമ്മശാസ്ത്ര വിഷയങ്ങൾ മുഴുവൻ നമുക്ക് പഠിപ്പിച്ചു നൽകിയ നമ്മുടെ ഉമ്മ. 2200-ലധികം ഹദീസുകൾ നമ്മളെ പഠിപ്പിച്ച നമ്മുടെ ഉമ്മ. അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാമിനെ പറഞ്ഞയച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിൽ 11 ആയത്തുകൾ ഇറക്കി ആയിഷ പരിശുദ്ധയാണ് എന്ന് സർട്ടിഫിക്കറ്റ് നൽകിയ നമ്മുടെ ഉമ്മ. രണ്ടാമത്തെ ഉമ്മു റൂമാനിലുള്ള രണ്ടാമത്തെ മകൻ അബ്ദുറഹ്മാൻ ഇബ്നു അബീ ബക്കർ, അതും സ്വഹാബിയാണ്. ഇസ്ലാമിലേക്ക് എത്താൻ കുറച്ച് കാലതാമസം എടുത്തു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം ഉപ്പയും മോനും കൂടെ ഇരിക്കുമ്പോ സംസാരിക്കാൻ സത്യസന്ധമായ സംസാരം, പൊങ്ങച്ചം പറച്ചിലല്ല. മോന് പറയാണ്, ഉപ്പ, ബദർ യുദ്ധം ഇങ്ങനെ നടക്കുന്നതിനിടയിൽ പല തവണ എന്റെ ഉപ്പ എന്റെ വാളിന്റെ അരികിലെത്തി. ഉപ്പാനെ കാണുമ്പോ ഞാൻ മാറിപ്പോകും. ഉപ്പ എന്റെ വാളിന്റെ അരികിലെത്തുമ്പോ ഉപ്പയെ കാണാതെ ഞാൻ മാറിപ്പോകും. അബൂബക്കർ റളിയല്ലാഹു തആല മറുപടി, മോനെ, ബദറിൽ ഒരു തവണ പോലും നിന്നെ ഞാൻ കണ്ടിട്ടില്ല. ഒരു തവണ പോലും എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. അന്ന് എനിക്ക് കാണാൻ
ജീവിതം കൊണ്ട് തെളിയിക്കുകയാണ്, മക്കളേക്കാൾ, ഉമ്മയേക്കാൾ, ഉപ്പയേക്കാൾ എനിക്ക് വലുത് ഈ ആദർശമാണ്. മൂന്നാമത്തെ ഭാര്യ അസ്മാ ബിൻത് ഹുമൈസ്, അവരോട് വല്ലാത്ത ഇഷ്ടമായിരുന്നു അബൂബക്കർ റളിയല്ലാഹു തആല. അബൂബക്കർ റളിയല്ലാഹു തആലയുടെ വസിയത്തുണ്ട്, ഞാൻ മരണപ്പെടുകയാണെങ്കിൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് അസ്മയാണ്. ഭർത്താവ് തൊട്ടാൽ ഭാര്യയുടെ വധു മുറിയും, അല്ലെങ്കിൽ ഭാര്യ തൊട്ടാൽ ഭർത്താവിന്റെ വധു മുറിയുമെന്ന് അബൂബക്കർ റളിയല്ലാഹു മനസ്സിലായിട്ടില്ല. നമ്മുടെ നാട്ടിൽ അങ്ങനെയാണല്ലോ, ഭാര്യക്ക് ഭർത്താവിനെ തൊട്ടാൽ വധു മുറിയും, ഭർത്താവ് ഭാര്യയെ തൊട്ടാൽ വധു മുറിയും. ആര് പഠിപ്പിച്ചു? ഇസ്ലാം. അബൂബക്കർ റളിയല്ലാഹു തആലയുടെ വസിയത്ത്, ഞാൻ മരിച്ചാൽ എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്റെ ഭാര്യ അസ്മയാണ്. അതിന് വുളു വിട്ടു, കുളിപ്പിക്കൽ വിട്ടു, എല്ലാം കഴിഞ്ഞു. അത്ര അടുപ്പമുണ്ടായിരുന്നു അസ്മ റളിയല്ലാഹു തആലയുമായി. ഒരു മകളുടെ പേരും ഭാര്യയുടെ പേരും അസ്മാ എന്നാണ്. അസ്മ റളിയല്ലാഹു തആല അബൂബക്കർ റളിയല്ലാഹു തആല വിവാഹം കഴിക്കുന്നതിന് മുമ്പ് ജഅഫർ തയ്യാറിന്റെ ഭാര്യയാണ്. ജഅഫർ റളിയല്ലാഹു തആലയുടെ ഭാര്യ. അദ്ദേഹത്തിന്റെ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു തആല കല്യാണം കഴിച്ചു. അബൂബക്കർ റളിയല്ലാഹു തആലയുടെ വഫാത്തിന് ശേഷം അലി റളിയല്ലാഹു തആലയുമാണ് അവരെ കല്യാണം കഴിച്ചത്. നമ്മുടെ നാട്ടിലത്തെ പോലെ കല്യാണം എന്ന് കാണുമ്പോൾ, അല്ലെങ്കിൽ ത്വലാഖ് എന്ന് കേൾക്കുമ്പോൾ അതൊരു വലിയൊരു എന്തോ ഒരു ഭീകര സംഭവമായിട്ട് അവർക്കില്ല. അവർക്ക് ലളിതമായിരുന്നു കല്യാണം. കല്യാണം എന്ന് കേട്ടിട്ട് പിന്നെ മക്കയിലും മദീനയിലും ഒരു ഉപ്പാക്ക് ഒറ്റാക്ക് വന്നിട്ടില്ല. ഒരു പെൺമക്കളുടെ ഉപ്പയും മകളെ കല്യാണം കഴിപ്പിക്കുന്നത് ആലോചിച്ചിട്ട് കണ്ണീര് വന്നിട്ടില്ല. അവിടെ ലളിതമായിരുന്നു. ഇസ്ലാം പ്രായോഗികമാണ്. ഇസ്ലാമിലെ കല്യാണത്തിന്റെ പേരിൽ ഒരു ഉപ്പയും ഒരു ഉമ്മയും പ്രയാസപ്പെടേണ്ട ആവശ്യമില്ല. അതിലുള്ള ആ കല്യാണത്തിലുള്ള മകനാണ് മുഹമ്മദ് ഇബ്നു അബീ ബക്കർ. ഒരു മകന് അബൂബക്കർ റളിയല്ലാഹു തആല പേര് നൽകിയത് താൻ ഏറെ ഇഷ്ടപ്പെടുന്ന തന്റെ ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരാണ്. ഹജ്ജത്തുൽ വിദാഇന് പുറപ്പെടുന്ന സമയത്ത് ദുൽ ഖുലൈഫയിൽ വെച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പ്രസവം, ജനനം നടക്കുന്നത്. നാലാമത്തെ ഭാര്യ ഹബീബ റളിയല്ലാഹു തആലയാണ്. അതിനുള്ള മകളാണ് ഉമ്മു കുൽസൂം. അബൂബക്കർ റളിയല്ലാഹു തആല വഫാത്താകുമ്പോൾ ഭാര്യ ഗർഭിണിയാണ്. വഫാത്തിന് ശേഷമാണ് കുട്ടി ജനിക്കുന്നത്. എന്നാൽ വഫാത്തിന് മുമ്പേ അബൂബക്കർ റളിയല്ലാഹു തആല ആയിഷയോട് പറഞ്ഞു, നീ നിന്റെ 3 സഹോദരന്മാരെയും 2 സഹോദരിയെയും നല്ല രൂപത്തിൽ നോക്കണം. ആ സമയത്ത് ഒരു സഹോദരിയേ ഉള്ളൂ. എന്നാൽ വഫാത്തിന് ശേഷം അബൂബക്കർ റളിയല്ലാഹു തആല ആഗ്രഹിച്ച രൂപത്തിൽ ഒരു പെൺകുട്ടിയാണ് 4ാമത്തെ ഭാര്യയിൽ ജനിച്ചത്. ആ പെൺകുഞ്ഞിന് പേര് നൽകിയത് ആയിഷ റളിയല്ലാഹു തആലയാണ്. ഉമ്മു കുൽസൂം എന്ന പേര് അവർക്ക് നൽകി. അബൂബക്കർ റളിയല്ലാഹു തആലവിന് 4 ഭാര്യമാരിൽ 6 മക്കൾ. അതിൽ 3 ആൺമക്കൾ, 3 പെൺമക്കൾ, 6 മക്കളും 3 ഭാര്യമാരും ഉപ്പയും ഉമ്മയും പേരമക്കളും എല്ലാം സ്വഹാബാക്കളാണ്. സുബ്ഹാനല്ലാഹ്. ഇനി സഹോദരന്മാരെ, അബൂബക്കർ റളിയല്ലാഹു തആലയുടെ പേരുകൾ ഒരല്പം വിശദമായി നമ്മൾ രാഷ്ട്രീയത്തിന്റെ എല്ലാ കാര്യങ്ങളും നൂലിയുടെ കീഴിൽ ചർച്ച ചെയ്യാറുണ്ട്. എന്നാൽ നമ്മുടെ മുൻഗാമികളുടെ, നമ്മുടെ നേതാക്കളുടെ ചരിത്രം അത് മനസ്സിലാക്കണം. അബൂബക്കർ റളിയല്ലാഹു തആലയുടെ പേര് നമ്മൾ കേട്ടിട്ടുള്ളത് അബൂബക്കർ എന്നതാണ്. നമ്മൾ മക്കളുടെ പേര് പഠിച്ചു. പക്ഷേ ബക്കർ എന്നൊരു മകൻ അബൂബക്കർ റളിയല്ലാഹു തആലയില്ല. ബക്കർ എന്ന വാക്കിനർത്ഥം മുലകുടി പ്രായം കഴിഞ്ഞ ഒട്ടകക്കുട്ടി എന്നാണ്. നല്ല മൂട്ട് കാണിക്കുന്ന, ഉശിര് കാണിക്കുന്ന ഒട്ടകക്കുട്ടി എന്നാണ് ബക്കർ എന്ന് പറഞ്ഞാൽ. അബൂബക്കർ റളിയല്ലാഹു തആല ധീരനായിരുന്നു, പോരാളിയായിരുന്നു. ആ ധീരതയെ കുറിക്കുന്നതിന് വേണ്ടി ഖുറൈശികൾ നൽകിയ പേരാണ് അബൂബക്കർ. 2ാമത്തെ പേര് അതീഖ്. അതീഖ് എന്ന് പറഞ്ഞാൽ പഴയത്, പുരാതനമായത് എന്നതൊക്കെയാണ്. ഇസ്ലാമിൽ വന്നതിന് ശേഷം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് സ്ഥിരപ്പെടുത്തി. നരകത്തിൽ നിന്ന് മോചനം നൽകിയവൻ എന്നെല്ലാം അതിന് വിശദീകരണം കാണുവാൻ സാധിക്കും. അബൂബക്കർ റളിയല്ലാഹു തആലയുടെ യഥാർത്ഥ പേര് അബ്ദുള്ള എന്നതാണ്. അബ്ദുള്ള എന്നതാണ് അബൂബക്കർ റളിയല്ലാഹു തആലയുടെ പേര്. അദ്ദേഹത്തിന്റെ ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടെ
അബ്ദുള്ളയേക്കാൾ അതീഖിനേക്കാൾ ലോകത്തറിയപ്പെട്ടത് സിദ്ദീഖ് എന്ന പേരിലാണ്. അല്ലാഹു തആല ചരിത്രത്തെ വസ്തുനിഷ്ഠമായി പഠിക്കാനും സിദ്ദീഖിങ്ങളുടെ കൂടെ ശുഹദാക്കളുടെ കൂടെ നാളെ സ്വർഗത്തിൽ ഉൾപ്പെടാനുമുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കുമാണ്. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമാ ബഅദ്. സഹോദരന്മാരെ, അല്ലാഹുവിനെ പേടിച്ച് സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുക. ചരിത്രത്തിൽ പല തവണ സിദ്ദീഖ് എന്ന പേര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അബൂബക്കർ റളിയല്ലാഹു തആല നൽകിയിട്ടുണ്ട്. ഒന്ന് ഇസ്രാ മിഅ്റാജിന്റെ സംഭവം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇസ്രാ മിഅ്റാജ് ഉണ്ടായി. മക്കയിൽ മുഴുവൻ കോലാഹലങ്ങളാണ്. ഒരൊറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് മുഹമ്മദ് പോയി. ഞങ്ങൾ ഇതുവരെ പറഞ്ഞു മുഹമ്മദ് മജ്നൂനാണ്. ഇപ്പൊ ഇതാ പുതിയൊരു വാർത്തയുമായി എത്തിയിട്ടുണ്ട്, 7ാം ആകാശത്തിലേക്ക് പോയി എന്നാണ്. മക്കത്തെ മുശ്രിക്കീങ്ങൾ മുഴുവൻ സ്വഹാബാക്കളെ കളിയാക്കുന്നു, പരിഹസിക്കുന്നു. നേരെ ചെല്ലുകയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അരികിലേക്ക്. അബൂബക്കറെ, ഇന്നലെ ഒരു വാർത്ത ഞങ്ങൾ കേട്ടു. നിന്റെ മുഹമ്മദ് ഒരൊറ്റ രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് യാത്ര ചെയ്തു, 7ാം ആകാശം വരെ യാത്ര ചെയ്തു. നീ ഉൾക്കൊള്ളുമോ? നിന്റെ ബുദ്ധിക്കത് യോജിക്കുമോ? അതാണ് ചോദ്യം. അള്ളാന്റെ റസൂലിന്റെ വാക്കിനെ നിന്റെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ കഴിയോ? അബൂബക്കർ റളിയല്ലാഹു തആല ചോദ്യം, അവ ഖാല ദാലിക്, എന്റെ പ്രവാചകൻ അത് പറഞ്ഞോ? സദ്ദഖ്തു, ഞാൻ അതിനെ സത്യപ്പെടുത്തി. ഇത് ഉൾക്കൊണ്ടു. ഒരു രാത്രി കൊണ്ട് ബൈത്തുൽ മുഖദ്ദസിൽ ചെന്നത് നീ സത്യപ്പെടുത്തിയെന്നോ? പുഞ്ചിരിച്ചുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹു തആല മറുപടി, അതിനേക്കാൾ വലുത് ഞാൻ സത്യപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാ പ്രഭാതത്തിലും പ്രദോഷത്തിലും 7ാം ആകാശത്തിനുപരിയിൽ നിന്ന് ജിബ്രീൽ അലൈഹിസ്സലാം എന്റെ റസൂലിന്റെ അരികിലെത്തിയത് സത്യപ്പെടുത്തിയവനാണ് ഞാൻ. പിന്നെ എനിക്കെന്താണ് പ്രയാസം? ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിന്റെ അരികിലെത്തിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അല്ലാഹുവിന്റെ റസൂലിന്റെ കാര്യം പറഞ്ഞാൽ അതിനെ സത്യപ്പെടുത്താൻ എനിക്കെന്ത് പ്രയാസം? ചരിത്രം പേര് നൽകി സിദ്ദീഖ്. ആ സിദ്ദീഖുകളാകണം നമ്മൾ. രണ്ടാമതൊരു സംഭവം, ഹിജ്റ 6 ഹുദൈബിയ സന്ധിയിലേക്കുള്ള യാത്ര. 1400 സ്വഹാബാക്കൾ, ഏറിയാൽ 1500. എങ്ങനെയാണ് പോകുന്നത്? ബൈഅത്തുൽ റിദ്വാൻ കഴിഞ്ഞ് നബിയെ മരിക്കാൻ ഞങ്ങൾ ഒരുക്കമാണ് എന്ന് പ്രഖ്യാപിച്ചിട്ടാണ് ഹുദൈബിയയിലേക്ക് പോകുന്നത്. ഹുദൈബിയ സന്ധി ഉണ്ടായി. സന്ധിയിലെ തീരുമാനം തിരിച്ചു മടങ്ങണമെന്നാണ്. തിരിച്ചു മടങ്ങണം. മക്ക കാണാൻ പാടില്ല. ജനിച്ച പിറന്ന മണ്ണ് കാണാനുള്ള, മക്ക കാണാനുള്ള അടങ്ങാത്ത ആഗ്രഹവുമായുള്ള യാത്ര. സ്വഹാബാക്കൾ തരിച്ചു നിന്നു, തിരിച്ചു മടങ്ങണമെന്നു. ഉമർ റളിയല്ലാഹു തആലയുടെ ദേഷ്യം സഹിക്കാൻ കഴിഞ്ഞില്ല. ദേഷ്യം ആളിപ്പടർന്ന് അബൂബക്കർ റളിയല്ലാഹു തആല അരികിൽ വന്നിട്ട് ചോദിക്കാണ്, അവലസ്നാ അലൽ ഹഖ്, അബൂബക്കറെ, നമ്മൾ ഹക്കിലല്ലേ? നമ്മൾ ഹക്കിലല്ലേ അബൂബക്കർ? നമ്മൾ മരണപ്പെട്ടാൽ സ്വർഗത്തിലല്ലേ? അവർ മരണപ്പെട്ടാൽ നരകത്തിലും. എന്തിനിത്ര ഭീരുക്കളാകണം? അബൂബക്കർ റളിയല്ലാഹു തആല ഒന്നും പറഞ്ഞില്ല. നേരെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിലേക്ക് എത്തി. ഉമർ റളിയല്ലാഹു തആല ദേഷ്യം പിടിച്ചിട്ട് സഹിക്കാൻ കഴിയുന്നില്ല. അത്ര സങ്കടം. അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, അലസ്ത റസൂലല്ലാഹ്, അങ്ങ് അല്ലാഹുവിന്റെ റസൂലല്ലേ? നമ്മൾ എന്തിനിങ്ങനെ നിന്ദരായി തീരണം? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാൻ പറ്റിയൊരു വാക്കല്ലത്, ചോദിക്കാൻ പറ്റിയൊരു സംസാരമല്ലത്. ദേശമാളിപ്പടർന്നു. നമ്മൾ എന്തിന്, ഇസ്ലാമിന്റെ ആളുകൾ എന്തിന് നിന്ദ്യരാകണം? നമ്മൾ പോകണം നബിയെ. അതാണ് പറഞ്ഞതിന്റെ ഉദ്ദേശം. ഉമർ റളിയല്ലാഹു തആല കൈ പിടിച്ചു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല, ഇൽസം ഖർസതു ഇബ്നുൽ ഖത്താബ്
ഫഇന്നഹു റസൂലുള്ളാഹ്, ഖത്താബിന്റെ മകനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്ക്. ആ നിൽക്കുന്നത് അല്ലാഹുവിന്റെ റസൂലാണ്. തിരിച്ചു പോകാൻ പറഞ്ഞ തിരിച്ചു പോകണം. വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ പ്രവാചകൻ ഒരു കാര്യം തീരുമാനിക്കുകയില്ല. കരഞ്ഞുകൊണ്ട് മാപ്പ് ചോദിക്കുമാർ. അതാണ് സിദ്ദീഖ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കാര്യം പറഞ്ഞാൽ പിന്നെ മറ്റൊന്നുമില്ല, ഒരു തർക്കമില്ല, ഒരു ചോദ്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സദ്ദഖ്തു, സത്യപ്പെടുത്തി. ഉഹദ് മലയുടെ മുകളിൽ കയറി. ഉഹദ് മലയുടെ മുകളിൽ കയറൽ സുന്നത്തോ എന്തൊരു കൂലി കിട്ടുന്ന കാര്യമൊന്നുമല്ല, സാന്ദർഭികമായി കയറിയതാണ്. മല പ്രകമ്പനം കൊണ്ടു, പർവ്വതം വിറക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഉസ്ബുത്, ഉഹദേ, നീ അടങ്ങണം, ശാന്തമാകണം. ഫഇന്ന ഫീക നബിയുൻ വസിദ്ദീഖ്, നിന്റെ മുകളിലുള്ളത് ഒരു നബിയാണ്, നബിയുടെ കൂടെയുള്ളത് സിദ്ദീഖ, പിന്നെയുള്ളത് 2 ഷഹീദുകൾ. ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹു, ഉമർ റളിയല്ലാഹു തആല. ജീവിച്ചിരിക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, ഷഹീദായിട്ടാണ് മരണം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയും പറഞ്ഞത് സിദ്ദീഖ്. ഒരുപാട് തവണ ആയിഷ റളിയല്ലാഹു തആല അൻഹയെ വിളിച്ചു യബ്നത സിദ്ദീഖ്, സിദ്ദീഖിന്റെ മകളെ. ഇസ്ലാം എത്തിയതോടുകൂടെ പിന്നീട് അബൂബക്കർ റളിയല്ലാഹു തആല അറിയപ്പെട്ടത് സിദ്ദീഖ് എന്ന പേരിലാണ്. ഒരിക്കൽ ഉമർ റളിയല്ലാഹു തആല അൻഹുവും അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവും തമ്മിൽ ഒരു ചെറിയ തർക്കമുണ്ടായി. അബൂബക്കർ റളിയല്ലാഹു തആല നാവിൽ നിന്നാണ് ഉമർ റളിയല്ലാഹു തആല അൻഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് വന്നത്. തെറ്റാണെന്ന് പറഞ്ഞ് മനസ്സിലായ ഉടനെ ഉമറെ മാപ്പ് നൽകണം. ന്യായീകരിക്കലോ അല്ലെങ്കിൽ പിന്നെ ദുർവ്യാഖ്യാനം നടത്തലൊന്നും അവിടെ ഇല്ല. തെറ്റ് ബോധ്യപ്പെട്ടാൽ ഉടനെ ചോദിക്കും, തെറ്റുപറ്റി, മാപ്പ് തരണം, പരലോകത്തേക്ക് വെക്കരുത്. ഉമർ റളിയല്ലാഹു തആല നേരെ തിരിച്ചു നടന്നു വീട്ടിൽ കയറി വാതിലടച്ചു. പരാതിയുമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അരികിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നടക്കണം. അബൂബക്കർ റളിയല്ലാഹു തആല ദൂരെ നിന്ന് കണ്ടപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അമ്മാ സ്വാഹിബുകുൻ ഫഖദ് ഗാമറ, നിങ്ങളുടെ കൂട്ടുകാരൻ അല്പം ദേഷ്യത്തിലാണല്ലോ. അബൂബക്കർ റളിയല്ലാഹു തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ സദസ്സിലേക്ക് പോയി എന്നറിഞ്ഞപ്പോ പിറകെ ഓടി ഉമർ റളിയല്ലാഹു തആല. വിഷയം പറഞ്ഞു, നബിയെ, ഞാൻ ഉമറിനെ മോശമായ ഒരു വാക്ക് പറഞ്ഞു, ഉമർ അത് പുറത്തു തരുന്നില്ല നബിയെ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആകാശങ്ങളിലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചു, യഗ്ഫിറുല്ലാഹു ലക യാ അബൂബക്കർ. 3 തവണ യഗ്ഫിറുല്ലാഹു ലക യാ അബൂബക്കർ, അബൂബക്കർ, അല്ലാഹു നിനക്ക് പുറത്തു നൽകട്ടെ. ഉമർ റളിയല്ലാഹു തആല ദൂരെ നിന്ന് വരുന്നുണ്ട്. അബൂബക്കർ റളിയല്ലാഹു തആല പ്രവാചകന്റെ മുഖത്തേക്ക് നോക്കിയപ്പോ ചുവന്നു തുടിച്ചിട്ടുണ്ട്. ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. അബൂബക്കറിന് മനസ്സിലായി, ഞാൻ ഈ പരാതി പറയാൻ പാടില്ലായിരുന്നു. ഈ പരാതി അല്ലാഹുവിന്റെ റസൂലിനോട് പറയാൻ പാടില്ലായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല പ്രവാചകന്റെ സദസ്സിൽ കരഞ്ഞു, വല്ലാഹി അന കുൻതു അളം. അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവാണ് സത്യം, അബൂബക്കറാണ് തെറ്റ് ചെയ്തത്, ഉമർ ഒന്നും ചെയ്തിട്ടില്ല. 2 തവണ പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, അല്ലാഹുവാണ് സത്യം, അബൂബക്കറിന്റെ അരികിലാണ് തെറ്റ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് കേട്ടില്ല. സ്വഹാബത്തിനെ വിളിച്ചു കൂട്ടിയിട്ട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയുന്നു, ഇന്നല്ലാഹ ബഅസനി ഇലൈക്കും, അല്ലാഹു എന്നെ നിങ്ങളിലേക്ക് പറഞ്ഞയച്ചു. ഫഖുൽതും, നിങ്ങളുടെ മറുപടി, കദബ്ത, നീ പറഞ്ഞത് കളവാണ് മുഹമ്മദേ. എല്ലാവരും എന്നെ കദ്ദാബ് എന്ന് വിളിച്ചു. വഖാല അബൂബക്കർ, എന്റെ അബൂബക്കർ പറഞ്ഞു, സദ്ദഖ്തു, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ അങ്ങയെ സത്യപ്പെടുത്തിയിരിക്കുന്നു. വഔസാനി ബിനഫ്സിഹി വമാലി,
എന്റെ സമ്പത്ത് നബി അങ്ങേക്കാണ്, എന്റെ നഫ്സ് നബി അങ്ങേക്കാണ്. അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഫഹൽ അൻതും താരികൂലി സാഹിബി, നിങ്ങൾക്ക് എന്റെ കൂട്ടുകാരനെ വെറുതെ വിട്ടുകൂടെ? എന്റെ സ്വാഹിബിനെ, എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരനെ നിങ്ങൾക്ക് വെറുതെ വിട്ടുകൂടെ? എന്തിന് എന്റെ അബൂബക്കറിനെ സങ്കടപ്പെടുത്തണം? സ്വഹാബാക്കൾ പറയുകയാണ്, അതിനുശേഷം അദ്ദേഹത്തിന് വെറുപ്പുണ്ടാകുന്ന ഒരു വാക്ക് പോലും ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല. സഹോദരന്മാരെ, അത്രയേറെ സ്ഥാനമുണ്ട് മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. വിശദമായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ മഹത്വം, അദ്ദേഹത്തിന്റെ ചരിത്രം എല്ലാം വിശദമായിക്കൊണ്ട് തുടർന്നുള്ള ഖുതുബകളിൽ നമുക്ക് മനസ്സിലാക്കാം. അക്രമങ്ങൾ നമ്മുടെ നാട്ടിൽ ഓരോ ദിവസത്തിൽ കൊലപാതകങ്ങൾ, എന്തിനാണ് മരണപ്പെടുന്നത് എന്നറിയാത്ത, എന്തിനാണ് കൊല്ലുന്നത് എന്നറിയാത്ത കൊലപാതകങ്ങൾ. ഇവിടെ ഒരു മുസ്ലിമിന് ഒരു നിലപാടുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മഖ്സൂമിയ ഗോത്രത്തിലെ ഒരു പെണ്ണ് മോഷ്ടിച്ചു. മഖ്സൂമിയ അറിയപ്പെട്ട ഗോത്രമാണ്, പ്രതാപമുള്ള കുടുംബമാണ്. ആ പെണ്ണിന്റെ പ്രത്യേകത, എന്തെങ്കിലും പണയത്തിന് വാങ്ങിയാൽ തിരിച്ചു കൊടുക്കൂല, അങ്ങനെയുള്ള പെണ്ണാണ്. ഒരു മോഷണവും നടത്തി. കുടുംബക്കാര് ചർച്ച ചെയ്യണം, നമ്മുടെ കൂട്ടത്തിലൊരു പെണ്ണാണ് മോഷ്ടിച്ചത്. നാട്ടുകാരറിഞ്ഞാൽ, സമൂഹം അറിഞ്ഞാൽ കുടുംബത്തിന് ചീത്തപ്പേരാണ്, കേസ് ഒതുക്കണം, ആരും അറിയരുത്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ ചെന്നിട്ട് പറയണം. ആര് പറയും? ഒടുവിൽ തീരുമാനിച്ചു ഉസാമത്ത് ബിൻ സയ്യിദ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഹിബ്ബ. ഉസാമ ചെന്നു, അല്ലാഹുവിന്റെ റസൂലെ, ശിക്ഷയുടെ ഒരു ഇളവ്, മഖ്സൂമിയക്കാരിയാണ്, നല്ല കുടുംബത്തിൽ പിറന്ന പെണ്ണാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിൽ കയറി. സുമ്മഖാൽ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നമാ അഹ്ലകല്ലദീന ഖബലകും, നിങ്ങൾക്ക് മുമ്പ് ചിലർ നശിപ്പിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് മുമ്പ് ചില ജനതകളെ. എന്താ ഒരു ചില തെറ്റ്? അന്നഹും കാനു ഇദാ സരിഖ ഫീഹിം ശരീഫ് തറകൂഹു, നല്ല പ്രതാപമുള്ളവൻ, നല്ല സ്ഥാനമുള്ളവൻ, നേതാവ് മോഷ്ടിച്ചാൽ മിണ്ടാതിരിക്കും. നമുക്ക് വേണ്ടപ്പെട്ടവനാണ് തെറ്റ് ചെയ്തത് എങ്കിൽ മിണ്ടാതിരിക്കും അവർ. ഇനിയോ അവരെ ദുർബലന്മാരാണ് എങ്കിലോ അഖാമു അലൈഹിൽ ഹദ്ദ്, ദുർബലന്മാർക്ക് അതിന് ശിക്ഷ നടപ്പിലാക്കും. വേണ്ടപ്പെട്ടവർ തെറ്റ് ചെയ്താൽ മിണ്ടാതിരിക്കും. അതിനുശേഷം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രഖ്യാപിക്കുകയാണ്, വൈമുല്ലാഹ്, അല്ലാഹു തന്നെയാണ് സത്യം, ലൗ അന്ന ഫാത്തിമത്തു ബിൻതു മുഹമ്മദ് സരിഖത് ലഖതഅതു യദഹാ, മുഹമ്മദിന്റെ മകൾ ഫാത്തിമയാണ് തെറ്റു ചെയ്തത് എങ്കിലും ഫാത്തിമയുടെ കൈ ഞാൻ വെട്ടും. തെറ്റാര് ചെയ്താലും, നമ്മൾ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിയാകട്ടെ, നമ്മൾ വെറുക്കുന്നവരാകട്ടെ, നമ്മുടെ കുടുംബക്കാരാകട്ടെ, ആരാകട്ടെ, തെറ്റിനെ തെറ്റായി കാണാനുള്ള ഒരു മനസ്സുണ്ട്. കൊലപാതകങ്ങൾ, അക്രമങ്ങൾ, യുദ്ധങ്ങളൊക്കെ കടന്നു വരുന്ന, അതിനുവേണ്ടി കൊതിക്കുന്ന ഒരു മനസ്സ് നമുക്കുണ്ടാകരുത്. നിർഭയത്വമുള്ള നാടാകണം. അതിർത്തികൾ രാജ്യങ്ങൾക്കാണ്, മനുഷ്യ ഹൃദയങ്ങൾക്ക് അതിർത്തികൾ പാടില്ല. എല്ലാ മാനം സന്തതികളെയാണ്, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു മനസ്സ് നമുക്ക് വേണം. മക്കളെ, മകനെ, പ്രിയപ്പെട്ട ഭാര്യയെ മക്കയിൽ തനിച്ചാക്കി തിരിച്ചു നടക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പ്രാർത്ഥന, പഠിച്ചോനെ ഈ നാട് നിർഭയത്വമുള്ള മണ്ണാക്കണേ. സഹോദരന്മാരെ, യുദ്ധത്തിന്റെ ഒരു പുക പൊന്തിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ പ്രാർത്ഥിക്കണമെന്ന്. യുദ്ധത്തിന്റെ കെടുതി നമുക്ക് മാത്രമല്ല, നമ്മൾ മരണപ്പെട്ട് 4 തലമുറക്കപ്പുറമുള്ള നമ്മുടെ മക്കള് പോലും ഈ യുദ്ധത്തിന്റെയും പകയുടെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ ഒരിക്കലും അത്തരം ഒരു സാഹചര്യം നമ്മുടെ നാട്ടിൽ ഉണ്ടായിക്കൂടാ. ആത്മാർത്ഥമായി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുക, പടച്ചറബ്ബേ ഈ നാട്ടിൽ അന്ന് നിർഭയത്വം നീ നിലനിർത്തി അനുഗ്രഹിക്കണമേ. കുതന്ത്രങ്ങൾ തീർക്കുന്നവരുടെ കുതന്ത്രങ്ങളെ തകർത്തെറിയണം റഹ്മാനെ. ഏറ്റവും നല്ല ഐക്യം, സ്നേഹം ഈ നാട്ടിലുള്ള മനുഷ്യർക്കിടയിൽ നീ തീർക്കണമേ റഹ്മാനെ. ഞങ്ങളുടെ ഹൃദയങ്ങളിൽ നിന്റെ സ്നേഹം വർഷിപ്പിക്കണം റഹ്മാനെ.
നിന്റെ സ്നേഹവും ഇഷ്ടവുമാണ് ഞങ്ങൾ കൊതിക്കുന്നത്. അതല്ലാത്തൊരു മറ്റു ലക്ഷ്യം ഞങ്ങൾക്കില്ല റബ്ബേ. നിന്റെ മഹത്തായ റഹ്മത്ത് സ്നേഹം ഞങ്ങളിലേക്ക് ചൊരിയണേ റഹ്മാനെ. അല്ലാഹുമ്മ അഫ്വിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീൻ